നമസ്കാരം, ഞാൻ ഡോക്ടർ വിശാൽ ബാലൻ, യൂറോളജിസ്റ്റ്, കിംസ് വലിയത്, കരുനാഗപ്പള്ളി. എൻ്റെ ഒ പി ഡിയിൽ ഉദാഹരണശേഷി ബുദ്ധിമുട്ടായിട്ട് പലവട്ടം പേഷ്യൻസ് വരാറുണ്ട്. മിക്ക പേഷ്യൻസ് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഇതിൻ്റെ ചികിത്സ എടുക്കാറില്ല. എന്നിട്ട് അവരുടെ ആത്മവിശ്വാസം കുറയാറുണ്ട്. ഉദാഹരണശേഷിക്ക് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിംഗത്തോട്ടുള്ള രക്തോട്ടം കുറവായുണ്ട്, അല്ലെങ്കിൽ മാനസികമായുള്ള പ്രശ്നങ്ങൾ കാരണം, സ്ട്രെസ് അല്ലെങ്കിൽ ഇതിൽ താല്പര്യക്കുറവ് കാരണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മരുന്ന് കാരണം സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ പേഷ്യൻസിന് ഷുഗറോ പ്രഷർ ഹാർട്ട് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവപ്പെടാറുണ്ട്. ഇതിന് ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട പരിശോധനയെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പീനൈൽ ഡോപ്ലർ സ്റ്റഡി. എന്താണ് പീനൈൽ ഡോപ്ലർ സ്റ്റഡി? ഇതൊരു അൾട്രാസൗണ്ട് സ്റ്റഡി തന്നെയാണ്. നമ്മൾ ലിംഗത്തോട്ടുള്ള രക്തത്തിന്റെ ഫ്ലോ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. ഇത് ഒട്ടും വേദനയില്ലാത്ത ഒരു OPD ബേസിസ് നമ്മൾ ചെയ്യുന്ന ഒരു പരിശോധനയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ നമ്മൾ നോക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഈ ടെസ്റ്റിൽ ആദ്യം നമ്മൾ പേഷ്യന്റിന് ലിംഗത്തിലുള്ള ബ്ലഡ് ഫ്ലോ നോക്കും. എത്രമാത്രം സൈസ് ഉണ്ടോ ഒരു രക്തക്കുഴലിനും, പിന്നെ ആ ബ്ലഡ് നല്ല ഫ്ലോ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനുശേഷം നമ്മളൊരു മരുന്ന് ഇട്ട് കൊടുക്കുന്നു ലിംഗത്തിലോട്ട്. എന്നിട്ട് ഈ മരുന്നിൻ്റെ ജോലി വെച്ചാൽ ഉദാഹരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നീട് അതിനുള്ള ഓരോ 5 മിനിറ്റ് വെച്ച് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു, ബ്ലഡ് ഫ്ലോ, ബ്ലഡിൻ്റെ കുഴലിൻ്റെ സൈസ് കൂടുന്നോ, അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഇത്. അപ്പോൾ ഇപ്പം നമ്മളൊരു പേഷ്യൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് ആണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന തൊട്ട് ഈ ചുമപ്പ് വരെ കാണുന്ന നമ്മുടെ ബ്ലഡ് ഫ്ലോ നമ്മൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ സൈസ്, രക്തങ്ങളുടെ സൈസ് മനസ്സിലാക്കുന്നു. ഇത് ശേഷം നമ്മൾ മരുന്ന് കൊടുത്തതിൻ്റെ ശേഷമുള്ള ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് കാണുന്ന തൊട്ടുണ്ട് എത്രമാത്രം സൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്, രക്തം ഫ്ലോ കുറച്ചുകൂടി കൂടിയോ അതോ കുറവാകുന്നോ, അതോ എവിടെയെങ്കിലും ഈ രക്തം ലീക്കായി പോകുന്നുണ്ടോ, അതോ രക്തം ഒട്ടും പോകുന്നില്ല, ഈ ട്യൂബിൽ ചുരുങ്ങിയിരിക്കുമെന്നോ. കാരണം ഓരോ കാര്യത്തിനും അതിനായി പ്രാധാന്യം, അതിനായുള്ള ചികിത്സ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട് പല കാരണങ്ങളുണ്ടായ ഉദാഹരണ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് ഓരോ കാരണത്തിന് അതിനായുള്ള ചികിത്സയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് കൊണ്ട് നമ്മുടെ രക്തോട്ടത്തിന് പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ചികിത്സയും നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കണ്ടുപോലെ ഉദാഹരണശേഷി ബുദ്ധിമുട്ടിന് പല കാരണങ്ങളുണ്ട്, അതിന് പല പരിഹാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂറോളജിസ്റ്റിനെ കാണുക, അതിനുള്ള ചികിത്സ എടുക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. നന്ദി, നമസ്കാരം.